Yo homies, it's your boy VK here and welcome to episode 6 of Boruto Season 2. Yes, 7 മാസങ്ങൾക്ക് ശേഷം I am back with another Boruto manga explanation video and ലാസ്റ്റ് എപ്പിസോഡിനകത്ത് നമ്മൾ ചാപ്റ്റർ 72 ആയിരുന്നു കവർ ചെയ്തത് ആൻഡ് ആ ചാപ്റ്ററിന്റെ എൻഡിനകത്ത് നമ്മുടെ കോഡ് 10 ടൈൽസിന്റെ ഒരു ഫുൾ ആർമി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടു ബാറ്റിൽ അഗൈൻസ്റ്റ് കൊനോഹ ആൻഡ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ കവർ ചെയ്യാൻ പോവാണ് ചാപ്റ്റർ 73 ആൻഡ് ഈ ചാപ്റ്ററിന്റെ ടൈറ്റിലാണ് സ്പെഷ്യൽ മിഷൻ ആൻഡ് കവർ പേജിൽ നമ്മുടെ സ്വന്തം സാരദ ഉച്ചിഹ. സോ ചാപ്റ്റർ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും നമ്മുടെ ടീം 7 അതായത് ബൊറൂട്ടോ, മീറ്റ്സ്കി ആൻഡ് സാരദ ഹൊക്കാഗെയുടെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഷിക്കമാറു അവർക്ക് പുതിയ എന്തോ ഒരു മിഷൻ കൊടുക്കാൻ പോവാണ് ആൻഡ് മീറ്റ്സ്കി പറയാണ് ഈ പ്രാവശ്യം നമ്മോടൊപ്പം കവാക്കി ഉണ്ടാവും, സോ ഇത് നമ്മുടെ പുതിയ ടീം 7ന്റെ ആദ്യത്തെ മിഷൻ ആയിരിക്കും. കവാക്കി ആൻഡ് സുമിരെ ഓൾറെഡി ഹൊക്കാഗേസ് ഓഫീസിനകത്ത് ഉണ്ട് ആൻഡ് കവാക്കി ആൻഡ് ബൊറൂട്ടോയുടെ ബാറ്റിലിന് ശേഷം ആദ്യമായിട്ടാണ് അവർ നേരിട്ട് കാണുന്നത്. സോ കവാക്കി ബൊറൂട്ടോട് ചോദിക്കുകയാണ് ഐ കാൺട്ട് ബിലീവ് യു റിവൈവ്ഡ് യുവർ സെൽഫ് എന്ന്. നമ്മുടെ ബൊറൂട്ടോ പബ്ജി ഫ്രീ ഫയർ കളിക്കുന്ന പോലെ സെൽഫ് റിവൈവ് ചെയ്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ സുമിരയ്ക്ക് ബൊറൂട്ടോനെ കണ്ടിട്ട് ഒരുപാട് സന്തോഷമായി ആൻഡ് ബൊറൂട്ടോ അവളുടെ അടുത്ത് സോറി പറയാണ് അവളിന് ഇത്രയും ടെൻഷൻ അടുപ്പിച്ചതിന്. പക്ഷെ കൊനോഹമാരു സെൻസെ ഇവരുടെ കൺവെർസേഷൻ ഇടയ്ക്ക് വെച്ച് നിർത്താണ് ആൻഡ് ഇന്നത്തേക്ക് ഇത്രയും കളിയും ചിരിയൊക്കെ മതി എന്നാ പറയുന്നത് ആൻഡ് ഷിക്കമാറു ഡയറക്റ്റ് കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഷിക്കമാറു പറയാണ് ബൊറൂട്ടോ ആൻഡ് കവാക്കി കറന്റ്ലി കൊനോഹാല രണ്ട് വലിയ ബോംബ് പോലെയാണ് ബിക്കോസ് ബൊറൂട്ടോ 100% ഓത്സുസുക്കി ആയിരിക്കുകയാണ് ആൻഡ് ഇനി മോമോഷിക്ക് അവന്റെ മുകളിൽ എപ്പോഴാണ് കൺട്രോൾ എടുക്കാന്ന് പറയാൻ പറ്റില്ല ആൻഡ് കവാക്കി അവന് ഈഷിഷ്കിയുടെ എല്ലാ പവേഴ്സും കിട്ടിക്കഴിഞ്ഞു. സോ കൊനോഹായിലുള്ള ഒരു മനുഷ്യന് പോലും അവനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റില്ല. ആൻഡ് ഇതിനുശേഷം ഷിക്കമാറു അമാഡോനെ പറ്റി പറയാണ് ദാറ്റ് അമാഡോ കോഡിന്റെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് കൊനോഹായിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൻ കോഡിന്റെ ലിമിറ്റേഴ്സ് റിമൂവ് ചെയ്തു എന്ന്. ആൻഡ് നോ ലിമിറ്റർ കോഡ് ഈസ് മോർ പവർഫുൾ ദാൻ ജീഗൻ. നിങ്ങൾക്ക് നറൂട്ടോ ആൻഡ് സാസ്കെ വേഴ്സസ് ജീഗന്റെ ബാറ്റിൽ ഓർമ്മയുണ്ടല്ലോ, ദാറ്റ് വാസ് എ ക്രേസി ബാറ്റിൽ ആൻഡ് കോഡ് ഇപ്പൊ ജീഗനെ കാട്ടിയും പവർഫുൾ ആണെന്ന്. ആൻഡ് ദെൻ ഷിക്കമാറു എയ്ഡനെ പറ്റി പറയാണ്. എയ്ഡൻ നമ്മുടെ കോഡിന്റെ ആലേ ആയിരുന്നു, പക്ഷെ ഇപ്പൊ അവള് അമാഡോടൊപ്പം കൊനോഹ വില്ലേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ബേസിക്കലി കോഡിന്റെ ലിമിറ്റേഴ്സ് റിമൂവ് ആയെങ്കിലും അവന്റെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ആലയാണ് അവന് നഷ്ടപ്പെട്ടത്. പിന്നെ ഷിക്കമാറു എയ്ഡയുടെ പവേഴ്സിനെ പറ്റി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ് ദാറ്റ് ഹർ എബിലിറ്റി ഇൻസ്റ്റന്റ്ലി എൻചാൻസ് എവ്രി വൺ ഇൻ ഹർ പ്രസൻസ് ആൻഡ് റെൻഡേഴ്സ് ദം പവർലെസ്. സോ ബേസിക്കലി എയ്ഡയുടെ അടുത്തുള്ള ആരാണെങ്കിലും അവളിനെ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങും ആൻഡ് അവർക്ക് ആർക്കും എയ്ഡനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. സോ മീറ്റ്സ്കി ചോദിക്കുകയാണ് ദെൻ ഇങ്ങനെയുള്ള ഒരാളുടെ അഗേൻസ്റ്റ് നമ്മൾ എങ്ങനെയാ ബാറ്റിൽ ചെയ്യാൻ പോകുന്നതെന്ന് ആൻഡ് ഷിക്കമാറു പറയാണ് ഈ എബിലിറ്റിക്ക് ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് ദാറ്റ് ഓത്സുസുക്കി ആർ ഇമ്മ്യൂൺ ടു ഇറ്റ്സ് എഫക്ട്സ്. സോ ബേസിക്കലി നമ്മുടെ ബൊറൂട്ടോ ആൻഡ് കവാക്കിയുടെ മുകളിൽ ഈ എബിലിറ്റി വർക്ക് ആവില്ല. അപ്പൊ സാരദ ചോദിക്കുകയാണ് സോ ബൊറൂട്ടോ ആൻഡ് കവാക്കിയുടെ ഓത്സുസുക്കി പവേഴ്സ് യൂസ് ചെയ്ത് എയ്ഡനെ ഡിഫീറ്റ് ചെയ്യാനാണോ ഞങ്ങളുടെ പുതിയ മിഷൻ എന്ന്. ആൻഡ് ഷിക്കമാറു പറയാണ് അല്ല, അതുമല്ല നിങ്ങളുടെ മിഷൻ. ആൻഡ് ഇതിനുശേഷം സീൻ ഷിഫ്റ്റ് ആവാണ് എയ്ഡ, അമാഡോ ആൻഡ് ഡയമോണ്ടിലേക്ക് ആൻഡ് എയ്ഡ ഈ ഹൊക്കാഗെ ഓഫീസിൽ നടക്കുന്ന കോൺവെർസേഷൻ എല്ലാം അവളുടെ സെൻട്രിക് ആൻഡ് അബിലിറ്റീസ് വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബൊറൂട്ടോ ഷിക്കമാറുന്റെ അടുത്ത് പറയാണ് കാര്യങ്ങളൊക്കെ വളച്ചു നീട്ടാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ മിഷൻ എന്താന്ന് പറയാൻ. ആൻഡ് ഷിക്കമാറു പറയാണ് എയ്ഡ എന്തായാലും കൊനോഹയിലേക്ക് വരുന്ന സ്ഥിതിക്ക് നമുക്ക് ഈ സിറ്റുവേഷൻ ഒരുപാട് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എയ്ഡയ്ക്ക് നമ്മുടെ ആരുടെയും ഓർഡേഴ്സ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല ആൻഡ് കൊനോഹ മാത്രമല്ല അവൾക്ക് ഫുൾ വേൾഡ് വേണമെങ്കിലും ഭരിക്കാനായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. ആൻഡ് ഷിക്കമാറു പറയാണ് എയ്ഡ നമ്മുടെ ഫ്രണ്ട് ആയിരിക്കോ എനിമി ആയിരിക്കോ എന്നുള്ള കാര്യം നിങ്ങളുടെ കൈകളിലാണ് ആൻഡ് നിങ്ങളുടെ അടുത്ത മിഷനാണ് കോഹാബിറ്റേറ്റ്. സോ ബേസിക്കലി ടീം 7 ആൻഡ് എയ്ഡ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കാൻ പോവാണ് ബിക്കോസ് എയ്ഡനെ മോണിറ്റർ ചെയ്യാനായിട്ട് ആകെ കവാക്കി ആൻഡ് ബൊറൂട്ടോന് മാത്രമേ പറ്റുള്ളൂ. കാരണം അവളുടെ എബിലിറ്റി ഇവരുടെ മുകളിൽ മാത്രമേ വർക്ക് ആവാതിരിക്കൂ. പക്ഷെ മീറ്റ്സ്കി ഷിക്കമാറുവിനോട് ചോദിക്കുകയാണ് എയ്ഡ ഈ പ്ലാനിന് സമ്മതിക്കാൻ അല്ലെങ്കിൽ ഓക്കെ പറയാനായിട്ട് എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ ഉണ്ടോന്ന്. ആൻഡ് ഷിക്കമാറു പറയാണ് ഉണ്ട് ബിക്കോസ് എയ്ഡ ഹാസ് എ ക്രഷ് ഓൺ കവാക്കി. ആൻഡ് ഇത് കേട്ടത് കവാക്കി ഈസ് ലൈക്ക് ബ്രാ ആൻഡ് ബൊറൂട്ടോ കംപ്ലീറ്റ്ലി ഷോക്കിൽ പോയിരിക്കുകയാണ് ഇൻക്ലൂഡിങ് സാരദ ആൻഡ് മീറ്റ്സ്കി. ആൻഡ് ഇതെല്ലാം ട്രെയിനിൽ നിർത്തി കണ്ടോണ്ടിരിക്കുന്ന എയ്ഡ വരെ ബ്ലഷ് ചെയ്യാൻ തുടങ്ങി ആൻഡ് ഷീ ഈസ് ലൈക്ക് ഓ ഷിക്ക ഡിയർ ഹൗ കുഡ് യു വെയിറ്റ് ഷിക്ക ഡിയർ She called Shikamaru Shikka dear. Oh no man, I did not want to read that. ഓക്കെ, പക്ഷെ അമാഡോയ്ക്ക് ഒരു ക്ലൂ ഇല്ല എന്താ നടക്കുന്നതെന്ന്. കാരണം എയ്ഡയ്ക്ക് അവളുടെ സെൻട്രിക് ആൻഡ് എബിലിറ്റീസ് യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ കാണുന്നത് ആൻഡ് അമാഡോ ട്രെയിനിലിരുന്ന് നോക്കുമ്പോൾ ഇവിടെ വെറുതെ ഇരുന്ന് ബ്ലഷ് ചെയ്തു. ആൻഡ് ഓൺ എ സീരിയസ് നോട്ട് ഷിക്കമാറു കവാക്കിന്റെ അടുത്ത് പറയാണ് നീ നോക്കിയും കണ്ടുമൊക്കെ എയ്ഡയുടെ അടുത്ത് സംസാരിക്കണമെന്ന് ബിക്കോസ് ടെക്നിക്കലി കൊനോഹയുടെ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ കവാക്കി ബിഹേവ്സ് ടു എയ്ഡ. ആൻഡ് ഇതിന്റെ ഇടയ്ക്ക് ബൊറൂട്ടോ ചോദിക്കുകയാണ് ഏത് ഓർഡിനറി പേഴ്സണിനും എയ്ഡയുടെ മുകളിൽ ഒരു ക്രഷ് ഉണ്ടാവും ആൻഡ് ഇത്ര ആൾക്കാരുള്ള സ്ഥിതിക്ക് എന്തിനാണ് എയ്ഡ കവാക്കിയുടെ ബാക്കിൽ പോകുന്നതെന്ന്. ആൻഡ് സുമിറെ ഇതിനൊരു നല്ല ലോജിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് ദാറ്റ് എയ്ഡയ്ക്ക് അവളുടെ എബിലിറ്റി കാരണം ഒരാൾ അവളെ ഇഷ്ടപ്പെടുന്നതിനെക്കാട്ടിയും
ഒരു ഓർഡിനറി റൊമാൻസ് ആയിരിക്കും താല്പര്യം എന്ന്. ആൻഡ് ഇത് കേട്ടത് കവാക്കി പറയാണ് ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്, മേ ബി ഷീ സ്റ്റൂപ്പിഡ്. ആൻഡ് ഇത് പറഞ്ഞു തീർന്നതും ഷിക്കമാറു പറയണം നീ എന്ത് പറഞ്ഞാലും നോക്കിയും കണ്ടും പറയണം, കാരണം എയ്ഡയ്ക്ക് ഈ ലോകത്ത് എവിടെ എന്ത് നടന്നാലും അത് കാണാൻ പറ്റുന്നു. ആൻഡ് ഇത് കേട്ടതും എല്ലാവരും ഷോക്കിൽ പോവാണ്, ബിക്കോസ് ദാറ്റ് ഈസ് സച്ച് എ ബ്രോക്കൺ എബിലിറ്റി. ആൻഡ് അത് മാത്രമല്ല ഷിക്കമാറു പറയാണ് അവൾക്ക് ഇപ്പൊ നടക്കുന്ന കാര്യം മാത്രമല്ല, അവൾക്ക് പാസ്റ്റിൽ പോയിട്ട് ലൈക്ക് റീപ്ലേ സിസ്റ്റം പോലെ അവൾക്ക് പണ്ട് നടന്ന കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നു. ബ്രോ ദാറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി ബ്രോക്കൺ എബിലിറ്റി. എന്തോപ്പിയാടാ അത്. സോ ടെക്നിക്കലി അവരുടെ മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ആയിരിക്കുകയാണ്, കാരണം എയ്ഡ അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അടുത്ത പാനലില് വി സി ആർ ഗോഡ്സ് സാസ്കെ ആൻഡ് നറൂട്ടോ. ആൻഡ് സാസ്കെ നറൂട്ടോന്റെ അടുത്ത് പറയാണ് നീ ബുദ്ധിപരമായിട്ട് ബൊറൂട്ടോനെയും കവാക്കിനെയും ഒരുമിച്ച് ഒരു വീട്ടിൽ അടച്ചിട്ടതല്ലേ എന്ന്. ആൻഡ് നറൂട്ടോ പറയാണ് അതെ, ബിക്കോസ് ബൊറൂട്ടോ ആൻഡ് കവാക്കി ഏത് എനിമീനെ എപ്പോൾ വേണമെങ്കിലും ബാറ്റിൽ ചെയ്യാൻ റെഡി ആയിരിക്കുന്ന ആൾക്കാരാണ്, ഈവൻ ഇഫ് ദ എനിമി ഈസ് സ്ട്രോങ്ങർ ദാൻ ദം. സോ ഞാൻ ഓർഡർ കൊടുത്തു എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. ആൻഡ് ഈ സമയത്ത് കവാക്കി ആൻഡ് സാസ്കെ എന്തോ സെൻസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് അടുത്ത പാനലില് വി സി മോമോഷിക്കി. ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നു ഇത് സാസ്കയുടെ റിനേഗാനാണ്. ആൻഡ് സാസ്കെ പറയാണ് ദിസ് ഫീലിംഗ് ഇറ്റ്സ് സിമിലർ ടു ദാറ്റ് ഡേ ഐ വണ്ടർ. ആൻഡ് ഈ പാനൽ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല. മേ ബി അടുത്ത ചാപ്റ്ററിനകത്ത് അവർ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയായിരിക്കും. ആൻഡ് ലാസ്റ്റ് പാനലിൽ വി സി ഐഡ, ഡൈമോൺ ആൻഡ് അമാഡോ. ആൻഡ് ഒരു കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്തോ, ഇതുവരെ ഷിക്കമാറുവിന് ഡൈമോൺ ഇവരുടെ കൂടെയുള്ള കാര്യം അറിയില്ല. സോ ഐ ആം എക്സൈറ്റഡ് ടു സീ ഇവര് അടുത്ത ചാപ്റ്ററിൽ കൊണ്ടു ആ വില്ലേജിൽ എത്തിയിട്ട് ഇവരുടെ എല്ലാവരുടെയും ഇന്ററാക്ഷൻ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഡൈമോണിന്റെ കാര്യം ഇവർ അറിയുമ്പോൾ ഷിക്കമാറു മിക്കവാറും അമാഡോനെ കൊല്ലാൻ പോവാണ്. ഓക്കെ, ആൻഡ് വിത്ത് ദാറ്റ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടാവുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് ആനിമേ. ബൈ ബൈ.